ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പോരായ്മകളും ഈ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. സമയം 3:30 അപ്പോൾ ഈ സമയത്ത് ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്. ഇതാദ്യമേ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പം ഈ അടുത്ത് ഞാൻ നിസ്കാരം തുടങ്ങിയതാണ്. പക്ഷേ തഹജ്ജുദ് നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ദിവസത്തെ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയും നല്ലൊരു സമാധാനം പോലെയാണ്. എനിക്ക് നിസ്കരിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ടെല്ലാം നിസ്കരിക്കലുണ്ട്. ഇപ്പം അത് മനസ്സിലാവുന്നു. നിസ്കരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെൻഷനൊന്നും പിന്നെ ഉണ്ടാവില്ല. ഇത് വല്ലാത്തൊരു അനുഭവമായിട്ട് എനിക്കിപ്പോൾ തോന്നിത്തുടങ്ങി. അപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാത്തവർ, അത് തുടങ്ങാത്തവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് തുടങ്ങിക്കോട്ടെ. അത് നല്ലൊരു ഫീല്. നമുക്കെന്ത് നമ്മളോട് പഠിച്ചതിനോട് പറയാം, നമ്മളെ ആഗ്രഹങ്ങൾ പറയാം, നമ്മളെ അവസ്ഥകൾ പറയാം, നമ്മളെ സങ്കടങ്ങൾ പറയാം. എല്ലാത്തിനൊരു ഉത്തരം നമുക്ക് തരുമെന്ന്. അപ്പം എല്ലാവരും വിചാരിക്കും 3 മണിക്കെല്ലാം എഴുന്നേൽക്കണ്ടേ. ഇങ്ങനെ തന്നെ ഞാനും വിചാരിച്ചേ. 3 മണിക്കെല്ലാം എഴുന്നേൽക്കാൻ ഭയങ്കര മടിയല്ലേ. ഇപ്പം ആണെങ്കിൽ മഴയും. പക്ഷേ നമ്മളൊരു അടുപ്പിച്ചൊരാഴ്ച എഴുന്നേറ്റ് തുടങ്ങിയാൽ പിന്നെ ആ ടൈമാകുമ്പോൾ നമ്മൾ ഉറക്കങ്ങ് പോകും. ചായ കുടിക്കുക, പിന്നെ PSC പഠിക്കാനുണ്ട്. നമുക്കറിയാം 2026 ഒരുപാട് PSC എക്സാം നമുക്ക് എഴുതേണ്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 2-3 എക്സാം കഴിഞ്ഞ് ഇപ്പം കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട്. ഹോൾ ടിക്കറ്റ് എടുക്കാൻ വന്നിട്ടുണ്ട്. അത് ഹോൾ ടിക്കറ്റ് ഇന്ന് എടുക്കണം. ഇന്ന് അക്ഷയ പോകണം, ഹോൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഹോൾ ടിക്കറ്റ് എടുത്തിട്ട് അപ്പോഴേ എന്ന എക്സാം എന്നുള്ളത് അറിയൂ. എന്തായാലും ഈ വരുന്ന ആഴ്ച തന്നെ എക്സാം ഉണ്ടാവും. അപ്പം അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഞാൻ ആദ്യമേ ടൈം ടേബിൾ സെറ്റാക്കി വെക്കലില്ല. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് സെറ്റാക്കി വെച്ചിട്ട് അന്നത്തെ ദിവസം നമുക്കത് പഠിക്കാൻ പറ്റാണ്ട് വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ കരുതുന്നതുകൊണ്ട് തന്നെ ഞാൻ അതത് ദിവസത്തെ ടൈം ടേബിളാണ് ഇപ്പം തയ്യാറാക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ ടൈം ടേബിൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു കാര്യം ഉണ്ടായിട്ടില്ല.
അതുമാത്രമല്ല പിന്നീട് നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ ആയാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ തന്നെ എഴുതിയതാണല്ലോ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് ആദ്യം മുതലേ അതെ, മറ്റൊരാൾ നോട്ട് നോക്കിയിട്ട് പഠിക്കാനും എനിക്ക് പറ്റില്ല. പ്രിൻ്റ് എടുത്ത പേപ്പേഴ്സ് നോക്കിയിട്ട് എനിക്ക് പഠിക്കാനും പറ്റില്ല. ഞാൻ തന്നെ എഴുതിയ നോട്ടാണ് എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് പഠിക്കാൻ എളുപ്പമെന്ന് തോന്നിയിട്ടുള്ളത്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ റിവിഷനായിട്ട് മാറ്റി വെക്കും. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ് PSCൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് റൂട്ടീൻ. ഇനി എനിക്ക് ക്ലാസ് കേൾക്കണം യൂട്യൂബിൽ. ഞാൻ PSC ടിപ്സ് ആൻഡ് ട്രിക്സിലെ ക്ലാസ്സാണ് കൂടുതൽ കേൾക്കുന്നത്. ഭയങ്കരമായിട്ട് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ആ ഒരു ക്ലാസ്. പിന്നെ മാത്സ് ആണെങ്കിൽ ജെറിൻ സാറിൻ്റെ ക്ലാസ്, GK അങ്ങനെയുള്ളതെല്ലാം പ്രദീപ് സാറ്, അങ്ങനെയുള്ള എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് ഏത് ക്ലാസ്സിലാണോ അതാണ് ഞാൻ അറ്റൻഡ് ചെയ്യൽ. ഇപ്പം എല്ലാവർക്കും അതേപോലെ ആവണമെന്നില്ല. പിന്നെ 2020 മുതൽ 2025 വരെയുള്ള PYQൻ്റെ ഇതുപോലൊരു ബുക്ക്സും ഞാൻ നോക്കാറുണ്ട്. ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. പിന്നെ ഈ ഫോണിൽ തന്നെയാണ് ഞാൻ പഠിക്കുന്നതും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഈ ഒരൊറ്റ ഫോണിലാണ്. അതുകൊണ്ട് തന്നെ ഇനി കുറച്ചും കൂടി ഞാൻ ക്ലാസ് കേൾക്കും, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ പറയണേ. താങ്ക് യു.